ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിൽ ബ്രൊക്കെയാണ്. ഇന്നത്തെ ടാസ്ക് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ബ്രൊക്കയിലുള്ള ബാങ്കില്ലേ, ആ ബാങ്ക് സ്റ്റേറ്റ് കോണിൽ അടിക്കാൻ പോകും. മോളത്തെ പാർട്ട് റോബ് ചെയ്യൂല, അല്ല പണ്ടത്തേത്. ഇപ്പോഴത്തെ പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം കുറേ ഗോൾഡ്, പിന്നെ ഡയമണ്ട് അങ്ങനത്തെ എല്ലാം വന്നിട്ടില്ലേ, അത് അണ്ടർഗ്രൗണ്ട് മാത്രം. അതിന് നമ്മളൊരു കാര്യം ചെയ്യണം. ആദ്യം നമ്മളെ തിരിച്ചറിയണം. എൻ്റെ സ്കിന്നിപ്പം കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഓഫ്ലൈനായിട്ട് കുറേ കളിയാക്കി, എനിക്ക് കുറേ ഡ്രസ്സാക്കി, കുറേ ആക്കിന്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ പോയിട്ട് ഇത് തായിപ്പോ ഇതാണ്ടാ, ഇത് അങ്ങനെ എടുത്തിട്ടാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് എൻ്റെ മനസ്സിലാവില്ല. ഞാൻ വേഗം അങ്ങ് പായ. ഈ ഓടുന്നോടത്ത് പാട്ടെ അതിനിപ്പോൾ നല്ല ഫാസ്റ്റ് ഓടാൻ കഴിയും. ഇത് അധികം യൂട്യൂബിൽ അങ്ങനെ അറിയുന്നതാണ്. അങ്ങനത്തെ ഇവരെ പോലെ പിന്നെ സണ്ണി മേലാണ് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് അറിയാമോ? പേഴ്സണമാണെങ്കിൽ നിങ്ങൾക്ക് റോബ്ലോക്സ് സാധനങ്ങൾ അറിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് സാധനത്തിനെ കൊണ്ട് ആദ്യം കളി തുടങ്ങാൻ പറ്റും. എനിക്ക് ഇത് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കും. ഇതൊന്ന് കറണ്ട് പോയാലോ? പൊട്ടിക്കൊളി പൊട്ടി നേരെ പോയിട്ട് തുറക്കുക. എന്നിട്ട് വേഗം പോയിട്ട് ബോബിടി ഇത് ഡയമണ്ട് എടുക്കുക. ഇത് അടയുന്നതിന് മുമ്പേ ഇനി ഇതാണ് ന്യൂബിൻ്റെ ടൈമായി. ഞാൻ പറഞ്ഞിട്ടില്ല, ഫസ്റ്റത്തെ ഫസ്റ്റത്തെ പോലും ആകുന്നില്ല. പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ പോലും ആവില്ല. ഇപ്പോൾ അത് ന്യൂവിൽ നിങ്ങൾ കാണുന്നുണ്ടാവുക ഇതിനകത്തേക്കും ഈ ചാനൽ. ഞാനെൻ്റെ ടാബിൽ കളിക്കുക, അതും വലിയ ടാബിൽ. അതുകൊണ്ട് വല്ലാണ്ട് കഷ്ടപ്പെടാം. നാളെ ഒരു വീഡിയോ ഇടും. അത് കുവുമാണ്. ചില ആൾക്കാർക്കറിയാം, ചില ആൾക്കാർക്കറിയില്ല. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് എടുക്കുക. ഇനി ഇത് തട്ടിയാൽ സാധാരണ എനിക്ക് ഇത് തുറക്കാതെ ഡൈമെല്ലാം കൊടുത്തിരിക്കുന്നു. ഇനി ഇതിനകത്ത് എനിക്കിത് വേണ്ട. ഇതിനകത്ത് പോയിട്ട് ഇത് കൂടാ വേഗമായി. ഓടിക്കോ. എന്നിട്ട് ഇടയില പകുതി നടന്നത് എരിയിലേക്ക് കൂടി ഒന്ന് പോകാൻ കഴിയും. ഒന്നും കൂടി പൊട്ടിക്കോ, എന്നാലേ തുറയും മതി. ഏത് കൈ ഇനി ഇതെടുക്കുക. ഇനി ഇത് എടുക്കണ്ട. ഇതെടുക്കാൻ ഓടിക്കോ. ആർക്കും അറിയില്ല നമ്മളാണ്. ഓക്കെ, ഇത് അടുത്തിരിക്കും. ഇത് ഇടത്തിരിക്കാം. പായോളി ഓടിക്കോ. നമ്മളിപ്പോൾ റിച്ചായി ഗൈസ്.
ഡയമണ്ട് എന്നെല്ലാം പറയുമ്പോൾ 1 മില്യൺ ഉണ്ടാവും വിറ്റാൽ പൈസ. ഏതോ 1000 ഡയമണ്ട് ഈ ഇത് തേച്ച് ഡയമണ്ട് ആണെങ്കിലോ കയ്യിനകത്ത് ഡയമണ്ട് നോക്കിയിരിക്കണം. ബദറി പോകുന്നത് എനിക്ക്. ഗോൾഡ് ഉണ്ടോ? ഗോൾഡിന് എത്ര പൈസ? ബിറ്റ്കോയിന് എത്രയായിരിക്കും പൈസ? ബിറ്റ്കോയിന് നമുക്ക് ഇവിടെ ഒരു വീടെടുക്കാം. ആർക്കും അറിയില്ല. വീട്ടിൽ അണ്ടർഗ്രൗണ്ട് വേണം. സീക്രട്ട് ആയിട്ടുള്ള ഏതെങ്കിലും വീടുണ്ടാ? അവിടെ പോയി ഇതാണ് എല്ലാവരും വിജയിപ്പിന് അതാ വിടാതെ അങ്ങനെയാണ്. വേഗം നിങ്ങൾക്കറിയാമോ ഈ സീക്രറ്റ്? നമ്മുടെ നമ്മളെ പൈസ ഇത്രയും പൈസയുണ്ട്. ഇനി നമ്മൾ ഇത് വെക്കണമെങ്കിൽ വല്ലാതെ കഷ്ടപ്പെടാം. ഇത് വെക്കണം. ഇതില്ലേ വെക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യണം. ആ കാര്യം ചെയ്യണമെങ്കിൽ ഗോൾഡ് സൃഷ്ടിച്ച് ഡയമണ്ട് എല്ലാം വിറ്റ് ഡയമണ്ട് വിൽക്കുമല്ലോ. കാരണം ഇത്രക്ക് പൈസ കിട്ടി. എന്തൊരു പൈസ! ഞാനിപ്പോൾ ഒരു ട്രില്യണയറായിട്ടുണ്ടാവും. അടക്കം കുറേ തോക്കെല്ലാം ഞാൻ ക്രിമിനലായി. ഇനി എന്താ ചെയ്യേണ്ടതറിയുക? നമ്മൾ ടോപ്പ് സീക്രട്ട് ഏരിയ പോകും. അതിലേക്ക് ഇവിടെ പോകണം. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്തേലോ ഇവിടെ ഇരിക്കണ്ടിരിക്കണം. ഇതൊന്നും കാണൂല. ഈടെ പോയിട്ട് ഇങ്ങനെ ആ ബട്ടൺ ഉണ്ടല്ലോ, ഇതിലാണ് ബട്ടൺ. ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. ആ ബട്ടൺ ഇപ്പോൾ കാണുന്നില്ല. കസേരയുടെ അടിയിലായ അടിയിലും നമുക്കൊന്ന് നമ്മൾ ഇരുന്ന് കാല് വെച്ചാണ് വീഡിയോ അല്ല വീഡിയോ വല്ലാണ്ട് ഏകാവുന്ന ഇപ്പോൾ എനക്ക് തോന്നുന്നത് ബട്ടൺ മാറി റേഡിയോ പോയി. അല്ലെങ്കിൽ എനക്ക് ബുദ്ധിയില്ലാണ്ടായിപ്പോഴാണ് വല്ലാതെ സംശയം. ഇനിയിപ്പോൾ ഇനി ആരും അറിയില്ല. ഞാൻ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. ആരും കാണില്ല. ഞാൻ എൻ്റെ വണ്ടി സ്പോൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ പൈസ തേച്ച് ട്രാൻസ്പോർട്ട് ചെയ്യും. നമുക്ക് ഈ മറ്റേ വണ്ടിയില്ലേ പൈസ ഉണ്ടാകും ബാങ്കിൻ്റെ, അതെടുക്കുക. ഇനി എല്ലാവരും വിജയിക്കും. ഹോട്ടലിൽ പൈസ ഉണ്ടോ? പൈസയില്ല. പൈസയില്ല. ബ്രോക്കേമൺ ആയിട്ടുണ്ട്. ഇനി പൈസ എല്ലാം നമ്മൾ അപ്പുറത്തോട്ടേക്ക് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പൈസ ഉള്ളത് കൊണ്ടുപോയി ഇതാണ്ട് ഇവിടെ ഒരു ജയിലുണ്ട്. ഒരു ബാഗിൽ എന്തിനാ ജയിലല്ലോ. നമുക്ക് ഇനി ഇവിടെ പോയിട്ട് ഇതെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെടുത്തിട്ട് ബാഗ് തന്നെ ഇടാം.
വേഗം എടുക്കാം. ഓക്കെ, ബാങ്കിൽ കൊടുത്ത പൈസ കുറച്ചുകൂടി കിട്ടും. എല്ലാവരും വിചാരിക്കും ഇതാണ് നമ്മൾ ബാങ്ക് റോബ് ചെയ്ത് അതേ ബാങ്കിലോട്ടേക്ക് പൈസ കൊടുക്കുന്നു. നമുക്ക് ഈ പൈസേനെ കൊണ്ട് ഒരു ഉപകാരമൊന്നുമില്ല. അധികം പൈസ ഒന്നും വേണം, കുറച്ച് പൈസ ഇനി പൈസ പൈസ അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പൈസ എടുക്കുക, നേരെ പോവുക. പിടിച്ച് പോയി ഇവിടെ പോവുക, കൊടുക്കുക. ഇത് തുറയുന്നില്ലല്ലോ. നമ്മൾ അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിൽ ബ്രൊക്കെയാണ്. ഇന്നത്തെ ടാസ്ക് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ബ്രൊക്കെയിലുള്ള ബാങ്കില്ലേ, ആ ബാങ്ക് തേറ്റ് കോളിൽ അടിക്കാൻ പോകും. മോളത്തെ പാർട്ട് റോബ് ചെയ്യൂല. അല്ല പണ്ടത്തേത്. ഇപ്പോഴത്തെ പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം കുറേ ഗോൾഡ്, ഗോൾഡ് പിന്നെ ഡയമണ്ട് അങ്ങനത്തെ എല്ലാം വന്നിട്ടില്ലേ. അത് അണ്ടർഗ്രൗണ്ട് മാത്രം. അതിന് നമ്മളൊരു കാര്യം ചെയ്യണം. ആദ്യം നമ്മളെ തിരിച്ചറിയണം. എൻ്റെ സ്കിന്നിപ്പം കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഓഫ്ലൈനായിട്ട് കുറേ കളിച്ച് എനിക്ക് കുറേ രസമാക്കി, കുറേ ആക്കിന്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ പോയിട്ട് ഇത് തായിപ്പോ ഇതാണ്ടാ, ഇത് അങ്ങനെ എടുത്തിട്ടാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് വന്നാൽ മനസ്സിലാവില്ല. ഞാൻ വേഗം അങ്ങ് പായ. അത് ഈ ഓടുന്നോടത്ത് പാട്ടെ അതിനൊക്കെ നല്ല ഫാസ്റ്റിനോടാൻ കഴിയും. ഇത് അധികം യൂട്യൂബിൽ അറിയുന്നതാണ്. അങ്ങനത്തെ ഇവരെ പോലെ പിന്നെ സൺ ഇമെയിലാണ്. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് അറിയാമോ? പേഴ്സണൽമാണെങ്കിൽ നിങ്ങൾക്ക് റോബ്ലോക്സ് സാധനം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ 2 സാധനത്തിനെ കൊണ്ട് ആദ്യം കളി തുടങ്ങാൻ പറ്റും. എനിക്ക് ഇത് ഇതെന്നാ ഇത് ഇപ്പോൾ ശ്രദ്ധിക്കുന്നു. ഇതൊന്ന് കറണ്ട് പോയാലോ. ഇത് അവിടെ പൊട്ടിക്കൊളി പൊട്ടി പൊട്ടിയിട്ടിട്ട് ഇനി നേരെ പോയിട്ട് തുറക്കുക. എന്നിട്ട് വേഗം പോയിട്ട് ബോബിടും. ഇത് ഡയമണ്ട് എടുക്കുക. ഇത് അടയുന്നതിന് മുമ്പേ ഇനി ഇതാണ് ന്യൂബിൻ്റെ ടൈമായി. ഞാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റത്തെ നല്ല ഫസ്റ്റത്തെ പോലെ ആവില്ല. പറഞ്ഞില്ലേ ഫസ്റ്റത്തെ പോലെ ആവില്ല. ഇപ്പോൾ ഒരു ന്യൂവിന് നിങ്ങൾ കാണുന്നുണ്ടാവുക ഇതിനകത്തേക്കും ഈ ചാനൽ. ഞാനെൻ്റെ ടാബിൽ കളിക്കുക. അതും വലിയ ടാബിൽ. അതുകൊണ്ട് വല്ലാണ്ട് കഷ്ടപ്പെടാം. നാളെ ഒരു വീഡിയോ ഇടും. അത് കുവുമാണ്. ചില ആൾക്കാർക്കറിയാം, ചില ആൾക്കാർക്കറിയില്ല. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കൊടുക്കുക. എടുത്തോ വനോ. ഇനി ഇത് തട്ടിയാൽ സാധാരണ ഇത് തുറക്കുക. ഇത് തുറക്കാതെ
ഞാനിന്ന് ഡൈമോട്ടെല്ലാം കൊടുത്തിരിക്കുന്നു. ഇനി ഇതൊക്കെ എനിക്കിത് വേണ്ട. ഇനി ഇതിനകത്ത് പോയിട്ട് ഇത് പോരാ വേഗമായി ഓടിക്കോ. എന്നിട്ട് ഇടയില പകുതി നടന്നത് എലിയിലെ കൂടി ഒന്ന് പോവാൻ കഴിയും. ഒന്നും കൂടി പൊട്ടിക്കോ, എന്നാലേ തുറയും മതി. ഏത് കഴിഞ്ഞ് ഇനി ഇതെടുക്കുക. ഇനി ഇത് എടുക്കണ്ട, ഇതെടുക്കാൻ ഓടിക്കോ. ഓടിക്കാൻ വേണ്ടി ഓടിക്കോ. ആർക്കും അറിയില്ല നമ്മളാണ്. ഓക്കെ, ഇനി ഇത് അടുത്തിരിക്കും. ഇത് ഇടത്തിരിക്കാം. പായോളി ഓടിക്കോ. നമ്മളിപ്പോൾ റിച്ചായി ഗൈസ്. ഡയമണ്ട് എന്നെല്ലാം പറയുമ്പോൾ 1 മില്യൺ ഉണ്ടാവും വിറ്റാൽ പൈസ. ഇങ്ങനോ 1000 ഡയമണ്ട്. ഇത് തേച്ച് ഡയമണ്ട് ആണെങ്കിലോ കയ്യിനകത്ത് ഡയമണ്ട് നോക്കിയിരിക്കണം. ബദറി പോകുന്നത് എനിക്ക്. ഗോൾഡാ, ഗോൾഡിന് എത്ര പൈസ? ബിറ്റ്കോയിന് എത്രയായിരിക്കും പൈസ? ബിറ്റ്കോയിന് നമുക്ക് ഇവിടെ ഒരു വീടെടുക്കാം. ആർക്കും അറിയില്ല. പോയിട്ട് അണ്ടർഗ്രൗണ്ട് വേണം. സീക്രറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വീടുണ്ടാ? അവിടെ പോയി ഇത് എടുക്കാം. എല്ലാവരും വിജയിപ്പിക്കും. അതാ വിടാതെ അങ്ങനെയാണ്. വേഗം നിങ്ങൾക്കറിയാമോ ഈ സീക്രറ്റ്? ഇവിടെ നമ്മളെ പൈസ ഇത്രയും പൈസയുണ്ട്. ഇനി നമ്മൾ ഇത് വെക്കണം. ഇത് വെക്കണമെങ്കിൽ വല്ലാതെ കഷ്ടപ്പെടാം. ഇത് വെക്കണം. ഇതില്ലേ വെക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യണം. ആ കാര്യം ചെയ്യണമെങ്കിൽ ഓക്കെ നമ്മളപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഇത്രയും പൈസ കിട്ടിയതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗോൾഡ് സൂക്ഷിച്ചു ഡയമണ്ട് എല്ലാം വിറ്റ് ഡയമണ്ട് വിൽക്കുമല്ലോ. കാരണം ഇത്രക്ക് പൈസ കിട്ടി. എന്തൊരു പൈസ! ഞാനിപ്പോൾ ഒരു ട്രില്യണയറായിട്ടുണ്ടാവും. അടക്കം കുറേ തോക്കെല്ലാം. ഞാൻ ക്രിമിനലായി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ടോപ്പ് സീക്രട്ട് ഏരിയ പോകും. അതിലേക്ക് ഇവിടെ പോകണം. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്തേലോ ഇവിടെ ഇരിക്കണ്ട. ഇരുന്നൊന്നും കാണൂല. ഈടെ പോയിട്ട് ഇങ്ങനെ ആ ബട്ടൺ ഉണ്ടല്ലോ, ഇതിലാണ് ബട്ടൺ. ബട്ടൺ ഉണ്ടായിരുന്നു. ആ ബട്ടൺ ഇപ്പോൾ കാണുന്നില്ല. കസേരയുടെ അടിയിലായ അടിയെങ്കിലും നമുക്കൊന്ന് നമ്മൾ ഇരുന്ന് കാല് വെച്ചാണ്. ഇവിടെയാ അല്ല ഇവിടെയല്ല. ഒന്ന് വല്ലാണ്ട് ഏതാവുന്ന ഇപ്പോൾ എനക്ക് തോന്നുന്നത് ബട്ടൺ മാറി റേഡിയോ പോയി. അല്ലെങ്കിൽ എനക്ക് ബുദ്ധിയില്ലാണ്ടായിപ്പോഴാണ് വിലാതെ സംശയം. ഇനിയിപ്പോൾ ഇനി ആരും അറിയില്ല. ഇനി
സ്പോൺ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ പൈസ തേച്ച് ട്രാൻസ്പോർട്ട് ചെയ്യും. നമുക്ക് ഈ മറ്റേ വണ്ടിയില്ല പൈസ ഉണ്ടാകും ബാങ്കിൻ്റെ അതെടുക്കുക. ഇനി എല്ലാവരും വിളിക്കും. പൈസ ഉണ്ടോ? പൈസ ഇല്ല. പൈസ ഇല്ല. ബ്രോക്കൻ ആയിട്ടുണ്ട്. ഇനി പൈസ എല്ലാം നമ്മൾ അപ്പുറത്തോട്ടേക്ക് ഇടണം. ഈശോരി വീഡിയോകളൊന്നും ഇടാൻ വേണ്ടി ഇതൊന്നും ഇങ്ങനെ പോയി പഠിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ലെവലിങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പൈസ ഉള്ളത് കൊണ്ടുപോയി ഇതാണ്ട് ഇവിടെ ഒരു ജയിലുണ്ട്. ഒരു ബാഗിൽ എന്തിനാ ജയിലല്ലോ. നമുക്ക് ഇനി ഇവിടെ പോയിട്ട് ഇതെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെടുത്തിട്ട് ബാഗ് തന്നെ ഇടാം. ബാഗ് എടുക്കുക. ഓക്കെ, ബാങ്കിൽ കൊടുത്ത പൈസ കുറച്ചുകൂടി കിട്ടും. എല്ലാവരും വിചാരിക്കും ഇതായിരിക്കും. നമ്മൾ ബാങ്ക് റോബ് ചെയ്ത് അതേ ബാങ്കിലോട്ടേക്ക് പൈസ കൊടുക്കുന്നു. നമുക്ക് ഈ പൈസേനെ കൊണ്ട് ഒരു ഉപകാരമൊന്നുമില്ല. അധികം പൈസ ഒന്നും വേണം, കുറച്ച് പൈസ. ഇനി പൈസ പൈസ ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പൈസ എടുക്കുക, നേരെ പോവുക. ഇവിടെ പോവുക, ഇവിടെ കൊടുക്കുക. ഇത് തറയുന്നില്ലല്ലോ. നമ്മൾ അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.